ടു സൈലം SSC RRB. നിങ്ങൾ എല്ലാവരും വളരെ കാലമായി കാത്തിരുന്ന, നിങ്ങൾ എല്ലാവരും ഫ്രീക്വന്റ് ആയി കമന്റ് ബോക്സിൽ ചോദിച്ചുകൊണ്ടിരുന്ന നമ്മുടെ RRB JEE എഞ്ചിനീയേഴ്സ് എക്സ്പ്രസ് ബാച്ച് നമ്മൾ ഇന്നിവിടെ ലോഞ്ച് ചെയ്യുകയാണ്. ടെക്നിക്കൽ സൈഡുള്ള നമ്മുടെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പോലെയുള്ള കോഴ്സ് പഠിച്ചിട്ടുള്ള ആസ്പിരൻസ് വളരെയധികം കാലമായി കാത്തിരുന്ന ഒരു എക്സാം ആണ് RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം അല്ലെ. ഇതിനു മുന്നേ 2019 ഈ എക്സാം നടന്നത്. അതിനുശേഷം ഇത്രയധികം ഗ്യാപ്പ് എടുത്ത് 2024 നമ്മുടെ എക്സാം വരാനായിട്ട് പോകുന്നത് അല്ലെ. കുറച്ച് നാൾ മുന്നേ റെയിൽവേ പുറത്തുവിട്ട ഒരു കലണ്ടർ പ്രകാരം ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ നോട്ടിഫിക്കേഷൻ വരികയും അതിനുശേഷം ഒരു 6 മന്ത് ഗ്യാപ്പിലാണ് നമുക്ക് എക്സാം പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നത് അല്ലെ. അപ്പൊ കറക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഡിസംബർ ജാനുവരി മാസങ്ങളിലായിട്ട് നമുക്ക് എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇപ്പൊ മുതൽ വളരെ സ്ട്രക്ചേർഡ് ആയി വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റിന്റെ കൂടെ PYQസും എല്ലാം സോൾവ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരമായിട്ടുള്ള സ്വപ്ന ജോലിയായിട്ടുള്ള ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി നിങ്ങളെ കൈപിടിച്ചുയർത്താനാണ് നമ്മുടെ സൈലം SSC RRBയിൽ നമ്മൾ RRB ജൂനിയർ എഞ്ചിനീയേഴ്സ് RRB JEE എഞ്ചിനീയേഴ്സ് എക്സ്പ്രസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മുടെ ബാച്ച് സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ബാച്ച് സ്ട്രക്ചറിൽ വരുന്നത് നമുക്കറിയാം, നമ്മുടെ എക്സാം എന്ന് പറയുന്നത്, നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാം എന്ന് പറയുന്നത് CBT 1 ഉണ്ട്, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 ഉണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 ഉണ്ട്. അപ്പൊ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 എന്ന് പറയുന്നത് പ്യൂർലി നോൺ ടെക്നിക്കൽ ആണ്. അതായത് ഒരു ടെക്നിക്കൽ സൈഡ് കൂടുതലുള്ള എഞ്ചിനീയറിംഗ് ആസ്പിരന്റ് ആയിക്കോട്ടെ, ഡിപ്ലോമ ആസ്പിരന്റ് ആയിക്കോട്ടെ, ആരായാലും അവർക്കെല്ലാം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ നോൺ ടെക്നിക്കൽ പാർട്ട് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ CBT 1 എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ ആണ്. നമ്മുടെ ഏകദേശം 90 മിനിറ്റ് വരുന്ന എക്സാം ആണ് നമ്മുടെ CBT 1 എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കൽ ആണ്. ഇത് എഴുതി കഴിഞ്ഞ് ഇത് ക്വാളിഫൈ ആയാൽ മാത്രമേ നമുക്ക് CBT 2 അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ CBT 1 ഏതൊക്കെയാ വരുന്നത്? നമ്മുടെ ജനറൽ സയൻസും മാത്സും. ജനറൽ സയൻസും ഉണ്ട്, മാത്സും ഉണ്ട്. ഇത് 30 മാർക്കിനും അതിനുശേഷം ജനറൽ ഇന്റലിജൻസ് 25 മാർക്കിനും ജനറൽ അവയർനെസ് 15 മാർക്കിനുമാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് പ്യൂർലി നോൺ ടെക്നിക്കൽ ആണ് CBT 1 എന്ന് പറയുന്നത്. അപ്പൊ ഈ CBT 1 ക്വാളിഫൈ ചെയ്താലേ നമുക്ക് CBT 2 അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ CBT 1 അടിപൊളിയായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്ത് നിങ്ങളുടെ ജോലിയിലേക്ക് എത്തിക്കാനുള്ള, നിങ്ങൾ എത്ര ബാക്കിലായിക്കോട്ടെ, നോൺ ടെക്നിക്കൽ പാർട്ടിൽ നിങ്ങൾ എത്ര ബാക്കിലായിക്കോട്ടെ, നിന്നടുത്ത് നിന്ന് നിങ്ങളെ കൈപിടിച്ചുയർത്തി ഏറ്റവും ഒന്നാമനാക്കാനായിട്ടുള്ള കോഴ്സാണ് നമ്മുടെ ഇവിടെ നമ്മൾ സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിൽ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 നോൺ ടെക്നിക്കൽ പാർട്ടിനുള്ള പങ്ക് വളരെ വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് അടിപൊളിയായി പ്രാക്ടീസ് ചെയ്യുക. ഫാക്കൽറ്റി പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് ഫുൾ പ്രോബ്ലംസും PYQസും ചെയ്ത് പഠിക്കുക. നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എത്താനായിട്ട് പറ്റും. റെഡി ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ CBT 2 ആണ്. നമ്മുടെ CBT 2 നമ്മുടെ ഈ കോഴ്സിൽ, നമ്മുടെ എഞ്ചിനീയേഴ്സ് എക്സ്പ്രസ് ബാച്ചിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത് എഗെയിൻ നോൺ ടെക്നിക്കൽ പാർട്ടാണ്. എഗെയിൻ നോൺ ടെക്നിക്കൽ പാർട്ട് ആയിട്ടുള്ള ജനറൽ സയൻസും ജനറൽ അവയർനെസ്സും ആയിരിക്കും. എഗെയിൻ CBT 2 നോൺ ടെക്നിക്കൽ പാർട്ടാണ് നമ്മുടെ കോഴ്സിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ബാച്ചിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ക്ലാസ് ഡീറ്റെയിൽസ് 400+ ലൈവ് ക്ലാസ് ആണ് ഉണ്ടായിരിക്കുക. ഈ 400+ ലൈവ് ക്ലാസ്സിൽ തന്നെ 3 to 4 hours ആയിരിക്കും ഒരു ദിവസം നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവുക. അതായത് ഒരു ദിവസം 3-4 മണിക്കൂറേ ക്ലാസ് ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള സമയം ഡെഡിക്കേറ്റഡ് ആയിട്ട് അന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുക, പ്രാക്ടീസ് ഷീറ്റ് വർക്ക്ഔട്ട് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. ബാക്കിയുള്ള സമയം ഡെഡിക്കേറ്റഡ് ആയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്നതിനാണ് 3 to 4 hours per day എന്ന് പറയുന്നത്. റെഡി? അങ്ങനെയാവുമ്പോൾ എന്താണ്, നമ്മൾ അന്നന്ന് പഠിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് പഠിക്കുകയും ക്വസ്റ്റ്യൻസും കൂടെ കവർ ചെയ്യുമ്പോൾ നമുക്ക് ആ ടോപ്പിക് അങ്ങോട്ട് തറവാകും. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്ലാനിൽ നമ്മുടെ കോഴ്സ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് വീക്ക്ലി 5 to 6 days ആയിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുക. അതായത് Monday to Saturday അല്ലെങ്കിൽ Monday to Saturday നിങ്ങൾക്ക് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ സൈലം SSC RRBയുടെ അമരക്കാരൻ നമ്മുടെ സ്വന്തം വിഷ്ണു സാറാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും
സ്റ്റാറ്റിക് GKയും കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ വിഷ്ണു സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം ആസ്പിരൻസിനെ അവരുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ള, മെന്റർ ചെയ്തിട്ടുള്ള ഒരു അനുഭവ സമ്പത്തുള്ള ഒരു അധ്യാപകനാണ് നമ്മുടെ വിഷ്ണു സാർ. കൂടാതെ കുറേ അധികം കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുകയും അതൊക്കെ ക്വാളിഫൈയും ചെയ്തിട്ടുള്ള ഒരു അനുഭവ സമ്പത്തോടെയാണ് സാർ നിങ്ങളുടെ മുന്നിലേക്ക് പഠിപ്പിക്കാനായിട്ട് വരുന്നത്. നെക്സ്റ്റ് സാറിന്റെ ക്ലാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്വാണ്ട് ക്ലാസ് എന്ന് പറയുന്നത് നമ്പേഴ്സ് കൊണ്ടുള്ള ഒരു മാജിക് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. വളരെ ഹൈ ലെവൽ പ്രോബ്ലം പോലും ഏതൊരു സ്റ്റുഡന്റിനും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ബേസിക് ആയിട്ട് അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളാണ് സാറിന്റെ ക്വാണ്ട് ക്ലാസ്സുകൾ. നെക്സ്റ്റ് സ്റ്റാറ്റിക് GK എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ആരായിക്കോട്ടെ പഠിക്കാൻ മടിയുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ. ഇതെല്ലാം വളരെയധികം ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോഡുകൾ യൂസ് ചെയ്തിട്ടും മെമ്മറി ട്രിക്സ് യൂസ് ചെയ്തിട്ടുമാണ് സാർ നയിക്കാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മുടെ ക്വാണ്ട് ഫാക്കൽറ്റി ആണ് ഗോകുൽ സർ. നമ്മുടെ ക്വാണ്ട് വളരെ ബേസിക്സ് തൊട്ട് വളരെ ഹൈ ലെവലിലേക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും ഗോകുൽ സാറിന്റെ ക്ലാസ്സുകൾ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് നമ്മുടെ ജനറൽ അവയർനെസ് ആണ്. അത് നമുക്ക് എടുത്തു തരുന്നത് നമ്മുടെ വിഷ്ണു സാർ ആണ്. അപ്പൊ വിഷ്ണു സജീവൻ സാറിന്റെ ജനറൽ അവയർനെസ് ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് ജനറൽ അവയർനെസ്സിൽ പഠിക്കാനുണ്ട് അല്ലെ. ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെയധികം കോമ്പാക്റ്റ് ആയി ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ക്യാപ്സ്യൂൾ പരുവത്തിലുള്ള അടിപൊളി ക്ലാസ്സുകളാണ് നമ്മുടെ വിഷ്ണു സാറിന്റെ ജനറൽ അവയർനെസ് ക്ലാസ്സുകൾ. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ജനറൽ ഇന്റലിജൻസിന്റെ ക്ലാസ് ആണ്. ഇത് നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സ്വന്തം അരുൺ സാർ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ലോജിക് വളരെയധികം ആവശ്യമായിട്ട് വരുന്ന ഒരു പാർട്ടാണ് നമ്മുടെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് അല്ലെ. അത് അരുൺ സാറിന്റെ കയ്യിൽ ഭദ്രമാണ്. ആ കാര്യം സാർ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ അരുൺ സാറിന്റെ ജനറൽ ഇന്റലിജൻസ് ക്ലാസ്സുകൾ. നെക്സ്റ്റ് നമുക്ക് വരുന്ന ക്വാണ്ട് ഫാക്കൽറ്റി ആണ് നമ്മുടെ ഷാനിബ മിസ്. ഷാനിബ മിസ്സിന്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ക്വാണ്ട് എന്ന് പറയുന്ന സബ്ജക്റ്റ് അടിപൊളിയായി ടിപ്സും ട്രിക്സും ഒക്കെ യൂസ് ചെയ്ത് അടിപൊളിയായിട്ടായിരിക്കും ഷാനിബ മിസ്സിന്റെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ ജനറൽ സയൻസ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. മാത്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് 30 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പാർട്ടാണ് നമ്മുടെ ജനറൽ സയൻസ്. അത് നമ്മുടെ അജയ് സാറിന്റെ കയ്യിൽ ഭദ്രമാണ്. 30 മാർക്ക് നിങ്ങൾക്ക് വാങ്ങി തന്നിട്ടേ നമ്മുടെ അജയ് സാർ പോവുള്ളൂ. അടിപൊളി ക്ലാസ്സുകളാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഡീൽ ചെയ്യുന്നത് ഞാനായിരിക്കും. കുറെ ടിപ്സും ട്രിക്സും ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. അപ്പൊ നമുക്ക് എല്ലാവരെയും ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് നമ്മുടെ ബാച്ചിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫാക്കൽറ്റി പൂളിൽ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളുടെ പൾസ് അറിഞ്ഞ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ട അളവിൽ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി പൂളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും ഉണ്ടാവുക. അഥവാ നിങ്ങൾക്ക് ലൈവ് മിസ്സാവുകയാണെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകുന്ന ആൾക്കാരായിക്കോട്ടെ ആർക്കും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ലൈവ് ക്ലാസ്സുകൾ മിസ്സാവുകയാണെങ്കിൽ റെക്കോർഡഡ് ക്ലാസ്സസ് കാണാം. നെക്സ്റ്റ് ഇന്റൻസീവ് വർക്ക്ഔട്ട് സെഷൻസ്. അതായത് നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ നമ്മൾ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല അല്ലെ. കുറെ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചു, ഒരു കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം വർക്ക്ഔട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഔട്ട് സെഷൻസ് ഉണ്ടാവും. ഇനി ക്ലാസ് നോട്ട്സ് ആൻഡ് PDF ഡെയിലി പ്രാക്ടീസ് പേപ്പർ. അതായത് നമ്മുടെ ക്ലാസ് നോട്ട്സും പിന്നെ ഡെയിലി പ്രാക്ടീസ് പേപ്പറും നമ്മുടെ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ടൈം മാനേജ്മെന്റ് പ്രാക്ടീസ്, മെന്റർ സപ്പോർട്ട്, റെഗുലർ ടെസ്റ്റ് സീരീസ്. അതായത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കാര്യമാണ് ടൈം മാനേജ്മെന്റ് അല്ലെ. അപ്പൊ നമ്മുടെ റെഗുലർ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ഈ ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായി മാറും. റെഡി? നെക്സ്റ്റ് മെന്റർ സപ്പോർട്ട് ഉണ്ടാവും, ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബാച്ചിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാച്ചിന്റെ ഫീസ് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് 3,999 റുപ്പീസിനാണ്. നമ്മുടെ ബാച്ച് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 6 തൊട്ടാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? അധികം ലേറ്റ് ആക്കാതെ വേഗം തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കാം. നിങ്ങളുടെ എക്സാമിന്റെ നോൺ ടെക്നിക്കൽ പാർട്ട് കംപ്ലീറ്റ് അടിപൊളിയാക്കി സെറ്റാക്കി തരുന്നുള്ളത് ഞങ്ങളുടെ കംപ്ലീറ്റ് ഫാക്കൽറ്റി ടീമിന്റെ ഉറപ്പാണ്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? വേഗം തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. നമ്മുടെ സ്വപ്ന ജോലിയിലേക്ക് നമുക്ക് വേഗത്തിൽ എത്തിച്ചേരാം.